ഹായ് ഫ്രണ്ട്സ്, പ്രമോദാണ്. എന്താ എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു സാമ്പാർ ഉണ്ടാക്കി നോക്കിയാലോ. നമ്മൾ മലയാളികൾക്ക് സാമ്പാർ അങ്ങനെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സാധനമാണല്ലോ. അപ്പം തുടങ്ങാം. നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ എന്താണെന്ന് വെച്ചാൽ അതുപോലെ അരിഞ്ഞ് വെക്കുക. എൻ്റെ കയ്യിലുള്ളത് ഇത്രയൊക്കെയാണ്. ഇത് വെച്ച് നമുക്ക് നോക്കാം. പച്ചക്കറികളൊക്കെ ക്ലീൻ ചെയ്ത് അരിഞ്ഞ് ഏകദേശം ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്താണ്ട് കുറച്ചുകൂടെ ഒക്കെ നല്ലത്. അങ്ങനെ കട്ടൊക്കെ ചെയ്ത് നന്നായി കഴുകുക. കഴുകിയ ശേഷം നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അതും നന്നുപോലെ കഴുകുക. ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് പച്ചക്കറി വേവാനും പച്ചക്കറിയിൽ പിടിക്കാനായിട്ടും കുറച്ച് ഉപ്പ് ചേർക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടിയും ചേർക്കുക. പിന്നെ നേരെ അടുപ്പിലേക്ക് പിന്നെ ഒരു 4 വിസിൽ. നമ്മൾ ഏത് പച്ചക്കറിയാണെന്ന് വെച്ചാൽ അതിൻ്റെ വേവ് അനുസരിച്ച് വിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. ഞാനിവിടെ 4 വിസിലാണ്. പിന്നെ നമ്മുടെ ഷാൻജിയോ ചേട്ടനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് അങ്ങ് തുടങ്ങുക. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വാളംപുളി വെള്ളത്തിടാൻ മറക്കരുത് കേട്ടോ, ഒന്ന് കുതിർക്കാൻ വേണ്ടി. ഇനി മസാല സെറ്റാക്കാം. സാധാരണ കടുക് പൊട്ടിക്കുന്നതൊക്കെ സാമ്പാറൊക്കെ വെച്ചാൽ അവസാനമായിരിക്കും കേട്ടോ. ഇവിടെ കുറച്ച് എളുപ്പപ്പണിയാണ്. ആദ്യമേ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് കടുക് പൊട്ടിക്കുക. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചേർക്കുന്നത് നല്ലതായിരിക്കും, പക്ഷേ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ സവാള കുറച്ച് ചേർക്കുന്നു. കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തൊന്ന് വാടി വരുന്ന ഇളക്കുക. അങ്ങനെ ഒന്ന് വാടി കടുവൊക്കെ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, അതനുസരിച്ച് മല്ലിപ്പൊടി, പിന്നെ ഒരു 2 സ്പൂൺ സാമ്പാർ പൊടി. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. കരിഞ്ഞു പോകരുത് കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പച്ചക്കറി ഒക്കെ ഒഴിച്ച് അതൊന്ന് ചേർത്ത് നന്നായി ഇളക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിനിടയ്ക്ക് നമ്മൾ വെള്ളത്തിയിട്ട് വെച്ചേക്കുന്ന പുളി ഉണ്ടല്ലോ, ആ വെള്ളം കൂടിയൊക്കെ ചേർക്കുക. പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇനി ഉപ്പ് കൂടിപ്പോയാൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. പിന്നെ അവസാനം കുറച്ച് തിളച്ചൊക്കെ വരുമ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ കുറച്ച് മല്ലിയില കൂടെ ചേർക്കും. പക്ഷേ ഇവിടെ ആ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബാച്ചിലറുടെ തട്ടിക്കൂട്ട് സാമ്പാർ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാമെങ്കിൽ എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുണ്ടാക്കിയ സാമ്പാർ കൂട്ടി ഇന്ന് പുട്ടാട്ടോ. പുട്ടും കൂട്ടി സാമ്പാറും കൂട്ടി കഴിക്കുക. ഇത് കോമ്പിനേഷൻ ആണോ ചോദിച്ചാൽ ഞങ്ങൾക്കിവിടെ കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് എങ്ങനെ എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.